നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമുക്ക് തെച്ചിക്കുട്ടിയുടെ ഒരു ഫസ്റ്റ് ക്രൈ ഹോൾ വീഡിയോ ആണ്. ബർത്ത്ഡേ പ്രമാണിച്ച് കുറച്ച് ഫസ്റ്റ് ക്രൈ ഇന്ന് ഷോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രൈ ഹോൾ വീഡിയോ കുറച്ച് നാളായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നത്. പക്ഷേ ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കാനില്ലാത്തതുകൊണ്ട് ഒന്നിച്ച് വാങ്ങിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം തന്നെ ബർത്ത്ഡേ ഡ്രസ്സ് കാണിക്കാം. ബർത്ത്ഡേ ഡ്രസ്സ് എല്ലായ്പ്പോഴും നമ്മൾ നല്ല രീതിയിൽ ചെയ്യിപ്പിച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യിപ്പിച്ചിട്ട് അത് ആർക്കെങ്കിലും കൊടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഈ പ്രാവശ്യം കുറച്ച് റേറ്റ് കുറഞ്ഞത് വാങ്ങിക്കാം, എന്നിട്ട് അവൾക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ഒന്ന് വീണ്ടും ഇടാൻ പറ്റുന്ന രീതിയിൽ വാങ്ങിക്കാമെന്ന് ഓർത്തിട്ട് വളരെ റേറ്റ് കുറഞ്ഞത് ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് കേട്ടോ, ഒന്നുമില്ല, പ്ലെയിൻ ആയിട്ടൊരു ബ്ലൂ കളറ്, ഒരു നേവി ബ്ലൂ, ഫുൾ ഗ്ലിറ്റേഴ്സ് ഉള്ള ഭയങ്കര സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇങ്ങനത്തെ സ്ലീവ് വന്നിട്ട് അങ്ങനെ ഒരു പ്ലെയിൻ ഡ്രസ്സ്. ബേബി ഹഗ്ഗിൻ്റെ ആണ് കേട്ടോ ഇത്. ഞാൻ കുറേ വാങ്ങിച്ചേക്കുന്ന ബേബി ഹഗ്ഗിൻ്റെ ആണ്, കാരണം നമുക്കൊരു ഗ്യാരണ്ടി ഉള്ള തുണി ആയതുകൊണ്ട് ബേബി ഹഗ്ഗിൻ്റെ വലിയ കളർ പോവില്ല, പെട്ടെന്ന് ക്വാളിറ്റി പോവില്ല, കീറി പോകാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവരുടെയാണ് കൂടുതൽ എടുത്തേക്കുന്നത്. എന്നാൽ അല്ലാത്ത തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ്. ഇതിന് വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരു 600 എത്രയോ രൂപ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കത് ധാരാളം മതിയല്ലോ. അപ്പം പിന്നെ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഒരു പാൻ്റാണ് കേട്ടോ, ജീൻസ് അല്ല. ഇത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്, കോട്ടൺ ആണ്, സ്ട്രെച്ചബിൾ കോട്ടൻ്റെ ആണ്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ ഫോയിൽ പ്രിന്റ് പോലത്തെ സംഭവത്തിൽ സ്റ്റാർ വന്നിട്ടുണ്ട്. ഞാനിത് ഇടിച്ചു അവളെ, അത് ശേഷം വാഷും ചെയ്തതാണ്. കുഴപ്പമൊന്നുമില്ല. ഇത് വാഷ് ചെയ്തപ്പോൾ പ്രിന്റ് ഇളകി പോവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും വന്നില്ല കേട്ടോ. അപ്പോൾ സോഫ്റ്റ് മെറ്റീരിയലാണ്, ഇടിക്കാൻ നമുക്ക് നല്ല സുഖമാണ്. അതാണ് രണ്ടാമത്തെ സാധനം. എല്ലാത്തിനും ചെറിയ ചെറിയ എന്തൊക്കെയോ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനങ്ങനെ തപ്പിയെടുത്തതാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ വാങ്ങിച്ച ഒരു ടോപ്പാണിത്. ഈ യെല്ലോ കളറ്, ഇതിൽ പിങ്ക് ഒക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ആ ഒരു പിങ്ക് ആണല്ലോ ബോട്ടം എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. ഇതും നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ്. അത് രണ്ടുമാണ് ഞാൻ ഇടിച്ചത്. എന്നിട്ട് വാഷ് ചെയ്തെടുത്താണ് കേട്ടോ. കുഴപ്പമൊന്നുമില്ല, വാഷ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്. എന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോട്ടം ഷോർട്സ് ആണ് കേട്ടോ. അത് ഞാൻ ഇടിച്ചില്ല അവളെ. ഇതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കളറ്, അതുകൊണ്ട് എടുത്താണ്. ഈ വന്നേക്കുന്നത് ത്രെഡ് വർക്കാണ്, എംബ്രോയിഡറി വർക്കാണ് വന്നേക്കുന്നത്. രണ്ട് സൈഡിലും പോക്കറ്റ് ഉണ്ട്. പിന്നെ ഇത് വള്ളി അല്ല കേട്ടോ, ഇത് ജസ്റ്റ് ഇവിടെ കൊടുത്തേക്കുന്ന ഒരു ബോയാണ്. ഇത് ഇലാസ്റ്റിക് ആണ് സംഭവം, നമുക്ക് വലിച്ച് കെട്ടാനൊന്നും പറ്റൂല, കറക്റ്റേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെയാണ് അവൾക്ക് നിൽക്കുന്നത്. അവൾ ഒത്തിരി ടൈറ്റ് ആയിട്ടുള്ള രീതിയിലുള്ളത് ഇടൂല. അപ്പോൾ ഇത് തന്നെയാണ് ഭേദം. അപ്പോൾ അങ്ങനെയാണ് ആ ഒരു സാധനം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ കോളറുള്ളൊരു ടീഷർട്ടാണ് എടുത്തേക്കുന്നത്. ഒരു സ്ട്രൈപ്സിൻ്റെ സാധാ ടീഷർട്ട് തന്നെ ഇത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം മിക്കപ്പോഴും തണുപ്പ് ആയിരിക്കും, അതായത് നല്ല AC ഉള്ള സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അന്നേരം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ഹൈനെക്ക് കോളർ എടുത്തത്. ഇതും വലിയ റേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ആവശ്യമുള്ളവർ ചോദിച്ചാൽ ഞാൻ കമൻറ്റിൽ തരാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എല്ലാവർക്കും ഒന്നും ആവശ്യം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് ലിങ്ക് കൊടുക്കാത്തത്. പിന്നെ അടുത്തത് ഈ ഒരെണ്ണം, ഇത് ബേബി ഹഗ് അല്ല കേട്ടോ, വേറെ ഏതോ ഒരു ബ്രാൻഡാണ്, മ്യൂസിൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാ ഒരു ടീഷർട്ടാണ് വന്നേക്കുന്നത്, പിങ്ക് കളറ്, നല്ലൊരു ബട്ടർഫ്ലൈ ഒക്കെ വന്നിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണെന്ന് തോന്നുന്നത്, ഞാൻ ഇടിച്ചില്ല, നമുക്ക് കാണുമ്പോൾ നല്ല മെറ്റീരിയലാണ്. 200 എത്രയാണ് കേട്ടോ റേറ്റ് വന്നേക്കുന്നത്. വലിയ റേറ്റുള്ളതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ അടുത്തത് ഈ ഒരു ടോപ്പും അതിൻ്റെ ഈ ഷോർട്സും ആണ് കേട്ടോ. ഇതാ ഷോർട്സ് ഇങ്ങനെ ഇരിക്കും, ലേസൊക്കെ വന്നിട്ട്. ടോപ്പ് വരുന്നത് ഇങ്ങനെ, ഫ്രണ്ടും ബാക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. ഈ ഇവിടെ ഒരു ഫ്രില്ല് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അത് ഫ്രണ്ടിലും ഉണ്ട് ബാക്കിലും ഉണ്ട്. നല്ല കളർ, എനിക്ക് ആ കളർ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇടിച്ചിട്ടും കാണാൻ നല്ലതാണ്. ഇതിനൊരു ബോ കൂടി ഉണ്ടായിരുന്നു കേട്ടോ, അത് തെച്ചു എവിടെയോ എടുത്തു വെച്ചേക്കുവാണ് ഇട്ടിട്ട്. ബോ ഒന്നും ആൾ വെക്കൂല, വെറുതെ അതിൻ്റെ കൂടെ കിട്ടും, അല്ലെങ്കിൽ നമ്മൾ വല്ലപ്പോഴും വാങ്ങിക്കും. അപ്പോൾ ഇപ്പോൾ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഈ ബ്ലൂ ഡ്രസ്സിന് ഒരു ബ്ലൂ ബോ വാങ്ങിച്ചിട്ടുണ്ട്. ഇടുമൊന്നുമില്ല, വെറുതെ വാങ്ങിച്ചു എന്ന് മാത്രം. പിന്നെ അടുത്തത് ഈ ചെരുപ്പാണ് കേട്ടോ. ഇതും ബേബി ഹഗ്ഗിൻ്റെ ക്യൂട്ട് വോക്കിൻ്റെ ആണ് കേട്ടോ വാങ്ങിച്ചേക്കുന്നത്. കുറച്ചൊരു വലിപ്പം കൂടുതലുണ്ട് കേട്ടോ ആൾക്ക് കാണുമ്പോൾ.
ഇടിച്ച് കഴിയുമ്പോൾ. പക്ഷെ കുഴപ്പമില്ല, ഇടാൻ നല്ല കംഫർട്ടബിൾ ആണ്. ഈ അകത്തെ സോള് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അങ്ങനത്തെ നോക്കിയാണ് നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് വേറെ ഒരെണ്ണം. ഇനി അടുത്ത വേറെ 2 ഡ്രസ്സ്. ഇത് ആക്ച്വലി ഫസ്റ്റ് ക്രൈ അല്ല, ഇത് നമ്മുടെ മാക്സിലെയാണ് കേട്ടോ. മാക്സിൽ ഇപ്പോൾ എന്തൊക്കെയോ കുറേ ഓഫറുകൾ നടക്കുന്നില്ലേ, അവിടെ നിന്നുള്ള സംഭവമാണ്. അപ്പോൾ ഇതൊരു ക്രോപ്പ് ടോപ്പ് പോലത്തെയാണ്, ഓഫ് ഷോൾഡറൊക്കെ പോലെ കിടക്കുക. ഇതിങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ളേ, ഒറ്റ പീസ് തുണി, ഫ്രണ്ടിൽ മൊത്തം ഒറ്റ പീസ്, സ്ലീവൊക്കെ അങ്ങനത്തെ ഡ്രസ്സ് കേട്ടോ. നല്ല രസമുണ്ട് ഇത് ഇടിച്ചിട്ട് കാണാൻ. അതിൻ്റെ ബോട്ടം വരുന്നത് ഇത് ഒരു ഫ്രോക്ക് അല്ല പാവാട സ്കേർട്ടാണ്, ഡെനിമിൻ്റെ ഒരു സ്കേർട്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വരുമ്പം നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അടുത്തത് അതുപോലെ തന്നെ ഒരു ടോപ്പ്, ഇതാ ഒരു വൈറ്റ് ടോപ്പും അതിനൊരു ഇത് ഈ ഒരു സെറ്റ് ഓഫ് മാലയും അതുപോലെ ഒരു കയ്യിലിടുന്ന ഒരു ചെറിയ ബ്രേസ്ലെറ്റ്, ഇത് രണ്ടും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അവളിപ്പം മാലയൊന്നും ഇടൂല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ ഇതിൽ ദച്ചുകുട്ടീനെ ആരെങ്കിലും ഒക്കെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഇടിച്ചിട്ടുള്ള ഫോട്ടോയും കൂടെ വയ്ക്കാം. നല്ല റേറ്റ് കുറഞ്ഞതാണ് എല്ലാം, അതുകൊണ്ടാണ് ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, ടേക്ക് കെയർ.